നിങ്ങൾ നിങ്ങളുടെ വഴി സ്വയം തിരഞ്ഞെടുക്കുന്നതുകൊണ്ട്, കൂട്ടുകാരുടെ അഭിപ്രായം ചോദിക്കാത്തതുകൊണ്ട്, കൂട്ടുകാരോട് നിങ്ങൾ ചെയ്യുന്നതും ചെയ്യാൻ പോകുന്നതുമായ കാര്യത്തെക്കുറിച്ച് ഒന്നും പറയാത്തതുകൊണ്ട്, ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഒരു സുഹൃത്തിന് നിങ്ങളോട് അസൂയ തോന്നുന്നത് എന്ന് മനസ്സിലായാൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അവർ നിങ്ങളുടെ അടുത്ത സുഹൃത്തായിരുന്നു എന്നുള്ളത് ശരിയായ കാര്യമായിരിക്കാം. പക്ഷേ അവർ നിങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ നിങ്ങളെ മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്തുന്ന സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ അവരെ മനസ്സുകൊണ്ട് മനസ്സിലാക്കി പെരുമാറാൻ പഠിക്കുക ആദ്യം. അങ്ങനെ പെരുമാറാൻ പഠിച്ചാൽ തന്നെ ഇത്തരക്കാരുടെ പെരുമാറ്റം നിങ്ങളെ വേദനിപ്പിക്കില്ല എന്ന് സാരം. മനസ്സിലാക്കിയിരിക്കുക, എത്ര സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും അവരോട് എത്ര ഉപദേശങ്ങൾ തേടിയാലും അവസാന തീരുമാനം അത് നിങ്ങളുടെ മനസ്സിൽ നിന്നും എടുക്കാൻ പഠിക്കുക. സ്വയം കഴിവുണ്ടായിട്ടും ഒന്നിനും ശ്രമിക്കാതെ ഒതുങ്ങിക്കൂടുന്നവരാണ് മറ്റൊരാൾ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അസൂയപ്പെടുന്നത്. സ്വന്തമായി ഒന്നും ചെയ്യാനും ശ്രമിക്കില്ല, എന്നാൽ ചെയ്യാൻ ശ്രമിക്കുന്നവരെ എങ്ങനെയെങ്കിലും മനസ്സ് തളർത്തുന്നതാണ് ഇവരുടെ സന്തോഷം. എത്ര അടുപ്പമുള്ള സുഹൃത്തുക്കൾ ആയാലും നിങ്ങൾ ചെയ്യാത്ത ഒരു തെറ്റിന് നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ അവരെ അവരുടെ ഇഷ്ടത്തിന് വിട്ടേക്കുക. അവരുടെ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ കയറ്റേണ്ടുന്ന ആവശ്യമില്ല. കാരണം നമ്മളെ മനസ്സിലാക്കാത്ത ഒരാളുടെ വാക്കുകൾ ഒരിക്കലും അംഗീകരിക്കേണ്ടതില്ല. അതുതന്നെ കാരണം. അവരുടെ വാക്കുകളിൽ തളരാതെ നിങ്ങൾ നിങ്ങളുടെ വഴിയെ കൂടുതൽ ശക്തമായി മുന്നോട്ടു പോവുക. ചുറ്റുമുള്ളവരെ തോൽപ്പിക്കാനല്ല, സ്വയം തോൽക്കാതിരിക്കാൻ. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിവുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളാണ് സ്വയം തീരുമാനിക്കേണ്ടത്. അല്ലാതെ മറ്റുള്ളവരുടെ വാക്കുകളിലും കാഴ്ചപ്പാടിലും അല്ല നിങ്ങൾ നിങ്ങൾക്ക് മാർക്കിടേണ്ടത്. 1000 പേർ ഒരുമിച്ച് നിങ്ങളുടെ ചുറ്റിനും നീ ജയിക്കില്ല എന്ന് പറഞ്ഞാലും നിങ്ങളുടെ മനസ്സ് ഞാൻ തന്നെ ജയിക്കും എന്ന് ഉറച്ച് വിശ്വസിച്ചാൽ നിങ്ങൾ തന്നെ ജയിക്കുകയുള്ളൂ എന്നതാണ് മറ്റൊരു പ്രപഞ്ച സത്യം. കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തിയാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ആ മനസ്സ് തന്നെ ആയിരിക്കും നിങ്ങളെ വിജയത്തിൽ എത്തിക്കുന്നതും. ഇതുകൂടി ഓർമ്മിക്കുക, സുഹൃത്തുക്കൾ എന്ന് പറയുന്നവർ നിങ്ങൾ മനസ്സിലാക്കിപ്പിക്കാതെ നിങ്ങളെ മനസ്സിലാക്കുന്നവർ ആയിരിക്കണം. അത്തരം സുഹൃത്തുക്കൾക്ക് അധികം പരാതിയും പരിഭവങ്ങളും കാണില്ല. മറിച്ച് ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും മാത്രമേ നിങ്ങളോട് കൂടുതൽ പങ്കുവയ്ക്കാൻ കാണുകയുള്ളൂ. അല്ലാതെ നിങ്ങളോട് അസൂയയോട് സഹകരിക്കുന്നവർ പുറമെ എത്ര നല്ല സുഹൃത്തുക്കൾ ആണെങ്കിലും അവർ ഒരിക്കലും നിങ്ങളുടെ സുഹൃത്ത് ആയിരിക്കണമെന്നില്ല. മറിച്ച് പരിചയക്കാർ മാത്രമായിരിക്കും. നിങ്ങളുടെ സ്വന്തം മൗനസഞ്ചാരി.